വഖഫ് വിഷയത്തിൽ മലക്കം മറിഞ്ഞ് പ്രതിപക്ഷ നേതാവ്. വഖഫ് ഭൂമി വിഷയത്തിൽ ലീഗ് പിടിമുറുക്കിയപ്പോൾ നിലപാട് മയപ്പെടുത്തി കോൺഗ്രസ്. മുസ്ലിം വോട്ട് ലക്ഷ്യം വെച്ചാണ് കോൺഗ്രസിന്റെ പിന്നോട്ട് പോക്ക്. വിനീഷ് ചേരുന്ന വിവരങ്ങളുമായി. വിനീഷ്, എന്താണ് പുതിയ നിലപാട്? നിലവിൽ ഇന്ന് വി.ഡി. സതീശന്റെ പ്രതികരണമാണ്, പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമാണ് പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത് ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് നിലപാട് ഇത്തരത്തിലായിരുന്നു. വഖഫ് ഭൂമി എന്ന് പറയുന്നത് അത് മുനമ്പത്തെ ജനങ്ങളുടെ ഭൂമി, വഖഫിന്റെ ഭാഗമല്ല എന്ന തരത്തിലുള്ള നിലപാടായിരുന്നു ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് സ്വീകരിച്ചത്. പക്ഷേ ആ നിലപാടിൽ നിന്ന് വി.ഡി. സതീശനും കോൺഗ്രസ് നേതൃത്വവും പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് മയപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പം പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം മുതൽ വി.ഡി. സതീശൻ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം പോലും പരസ്യമായി മാധ്യമങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മുനമ്പത്തെ ഭൂമി പ്രത്യേകിച്ച് അത് വഖഫിന്റെ ഭൂമിയല്ല, അത് ജനങ്ങളുടെ ഭൂമിയാണ്, അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഭൂമിയാണ് എന്ന നിലപാടായിരുന്നു വി.ഡി. സതീശൻ സ്വീകരിച്ചതെങ്കിൽ പക്ഷേ ആ നിലപാടിൽ നിന്ന് ഇപ്പോൾ പിന്നോക്കം പോയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇതിന് പ്രധാന കാരണം മുസ്ലിം ലീഗിന്റെ എല്ലാ നേതാക്കളും വ്യക്തമാക്കുന്നത് വഖഫിന്റെ ഭൂമിയാണ് മുനമ്പത്ത് ഉള്ളത് എന്ന തരത്തിലുള്ള നിലപാടാണ് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ എം.കെ. മുനീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിലപാടും ലീഗ് രാഷ്ട്രീയമായി തന്നെ ആ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ലീഗ് വ്യക്തമാക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ്. മുനമ്പത്തെ ഭൂമി അത് വഖഫ് ഭൂമിയാണ് എന്ന ഉറച്ച നിലപാടിൽ ലീഗ് നേതാക്കളും നില തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ നിലപാട് മയപ്പെടുത്തുന്നത്. ലീഗിനൊപ്പം നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ നിലപാട് മയപ്പെടുത്തേണ്ട സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് വന്നിട്ടുണ്ട്. മുൻപും നമുക്ക് പല ഘട്ടങ്ങളിലും രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ലീഗ് ഏത് വിഷയമാണോ ആവശ്യപ്പെടുന്നത് ആ ലീഗിന്റെ വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ലീഗ് അഭിപ്രായപ്പെടുന്നതിന് സമാനമായ അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിനീഷ്, ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് ഈ വിഷയത്തിൽ ഒരുപക്ഷെ UDF-ൽ ചർച്ച പോലും നടന്നിട്ടുണ്ടാവില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് കഴിഞ്ഞ് കണ്ണിൽ പൊടിയിടാൻ എന്ന പോലെ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ മുനമ്പം സന്ദർശിക്കാനും അവിടെ ചില നിലപാടുകൾ എടുക്കാനും ഒക്കെ കോൺഗ്രസ് ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു വശത്ത് ലീഗ് പിടിമുറുക്കുമ്പോൾ പിന്നെ മുസ്ലിം വോട്ട് എന്ന് പറയുന്നത് ഇപ്പുറത്ത് കിടക്കുമ്പോൾ കോൺഗ്രസിന് നിലപാട് മയപ്പെടുത്തേണ്ടി വന്നിരിക്കുന്നു, അല്ലെങ്കിൽ കൃത്യമായൊരു മലക്കം മറിച്ചിൽ തന്നെ നടത്തേണ്ടി വന്നിരിക്കുന്നു. വിനീഷ്, തീർച്ചയായിട്ടും വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു മലക്കം മറിച്ചിലാണ് ഉണ്ടായിരിക്കുന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കാരണം വി.ഡി. സതീശന്റെ ഇന്നത്തെ രാവിലത്തെ പ്രതികരണം കാണുമ്പോൾ നമുക്ക് അത്തരത്തിലാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയൊരു സമവായ ചർച്ചകളുടെ ആവശ്യമുണ്ട് മുനമ്പം വിഷയത്തിൽ അല്ലെങ്കിൽ വഖഫ് ഭൂമി വിഷയത്തിൽ എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുന്നത്. അത് നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നില്ല. ആ ഘട്ടത്തിലാണ് ഇനി വരും ദിവസങ്ങളിൽ ഈ മുനമ്പത്തെ ഭൂമി സംബന്ധിച്ചുള്ള തർക്കത്തിൽ ഒരു ചർച്ചയുടെ ആവശ്യകത ഉണ്ട് എന്ന നിലപാടിലേക്ക് വി.ഡി. സതീശൻ മലക്കം പറയുന്ന ഒരു കാഴ്ച. അതേ നിലപാടിലേക്ക് കോൺഗ്രസും മാറുന്നു എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ലീഗിന്റെ നിലപാട് അത് കടുത്ത നിലപാടിലേക്ക് ലീഗ് മുന്നോട്ട് പോകുന്നുണ്ട്. ലീഗ് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് വഖഫ് പ്രത്യേകിച്ച് മുനമ്പത്തെ എല്ലാ ഭൂമിയും വഖഫ് ബോർഡ് അവകാശപ്പെടുന്നതിന് സമാനമായ രീതിയിൽ അത് വഖഫിന്റെ ഭൂമിയാണ്, മുനമ്പം പ്രദേശത്തെ ഭൂമികളെല്ലാം എന്ന നിലപാടാണ് ലീഗ് വ്യക്തമാക്കുന്നത്. അതിന് സമാനമായ രീതിയിൽ അതിന് ചുക്കാൻ പിടിക്കുന്ന തരത്തിലുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ലീഗിനെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണക്കിയാൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാതെ കോൺഗ്രസിന് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന നിലപാടിൽ കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അടക്കം പറയുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ലീഗിന് അനുകൂലമായ നിലപാടിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും പോകുന്നത്. നമുക്ക് നേരത്തെ അറിയാം, മുൻ UDF സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉൾപ്പെടെ തന്നെ
ലീഗ് എന്താണോ ആവശ്യപ്പെടുന്നത് അതിന് സമാനമായ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് 5 മന്ത്രിമാർ എന്ന വാദം മുൻ UDF സർക്കാരിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ലീഗ് ആവശ്യപ്പെടുന്നു തങ്ങൾക്ക് ഇത്തവണ കഴിഞ്ഞ സർക്കാർ UDF സർക്കാർ അധികാരത്തിലേറുന്ന സമയത്ത് 5 മന്ത്രിമാർ വേണം എന്ന ഒറ്റ നിലപാടിലേക്ക് ലീഗ് മാറിയപ്പോൾ അതിന് 5 മന്ത്രിമാർ അനുവദിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചു. അതിന് സമാനമായ സാഹചര്യത്തിന് അല്ലെങ്കിൽ അത്തരമൊരു കളം തന്നെയാണ് നിലവിൽ ഈ മുനമ്പം വിഷയത്തിലും ഒരുങ്ങുന്നത്. മുനമ്പം വിഷയത്തിൽ ലീഗിന്റെ നിലപാടിനൊപ്പം മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ്, അത്തരത്തിലുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ആദ്യ തുറന്നു പറച്ചിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതേ ന്യൂനപക്ഷ പ്രീണനം തന്നെയല്ലേ വിനീഷ് സർക്കാർ നേരത്തെ തന്നെ സ്വീകരിച്ചിരിക്കുന്നത്? CPM ആ തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആദ്യം പ്രതിഷേധ വഴിയിലെന്ന് തോന്നിച്ച ശേഷം വീണ്ടും ഈ മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രം കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം എടുത്ത നിലപാട് ഇനി അവരെന്ത് ചെയ്യും? അവരുടെ പ്രാദേശിക നേതാക്കളൊക്കെ ഒരു പക്ഷേ ഈ മുനമ്പം വഖഫ് അധിനിവേശത്തിനെതിരെ പൊരുതുന്ന സാധാരണക്കാർക്കൊപ്പം നിന്നിട്ടുണ്ടാകാം. അവരിനി ഈ നേതാക്കളുടെ നിലപാട് മാറ്റത്തെക്കുറിച്ച് എങ്ങനെ ന്യായീകരിക്കും ജനങ്ങൾക്കിടയിൽ എന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന് ലീഗിനോടൊപ്പം മാത്രമേ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ പ്രാദേശിക ഘടകത്തിന്റെ വാക്കുകൾ കോൺഗ്രസ് നേതൃത്വം മുഖവിലേക്ക് ഇടക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. കാരണം പ്രാദേശിക തലത്തിൽ അത് ചിന്തിക്കുകയാണെങ്കിൽ ആ വിഷയം കോൺഗ്രസിന് വലിയ തോതിൽ ഗുണം ചെയ്യില്ല. ഒപ്പം ഒരുപക്ഷെ ലീഗിനോടൊപ്പം നിന്നാൽ, ലീഗിന്റെ നിലപാടിനോടൊപ്പം നിന്നാൽ അത് കോൺഗ്രസിന് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഉള്ള അടക്കം പറച്ചിൽ. അതിന്റെ ആ ഒരു ഘട്ടം എന്ന തരത്തിൽ തന്നെ ലീഗ് ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പ്രത്യേകിച്ച് MK മുനീർ അടക്കം ലീഗ് നേതാവ് MK മുനീർ അടക്കമുള്ളവർ പരസ്യമായി തന്നെ അത് വഖഫ് ഭൂമിയാണ് എന്ന് പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. മുനമ്പം സമരം അത് ആവശ്യമില്ലാത്തതാണ്, അനാവശ്യ സമരമാണ് എന്ന നിലപാടായിരുന്നു MK മുനീർ അടക്കമുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സ്വീകരിച്ചത്. ആ നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്തെത്തിയ സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരാമർശവുമായി പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരിക്കുന്നതും കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശിക ഘടകത്തിലെ നേതാക്കൾ പറയുന്നതിനനുസരിച്ച് ഒരു കാരണവശാലും കോൺഗ്രസ് നേതൃത്വം ഇനി മുന്നോട്ട് പോകില്ല. കാരണം സംസ്ഥാന വ്യാപകമായിട്ട് തങ്ങൾക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാകണമെങ്കിൽ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ട് ബാങ്ക് രാഷ്ട്രീയം സംസ്ഥാനത്ത് നടപ്പിലാക്കണമെങ്കിൽ ലീഗിനോടൊപ്പം നിൽക്കേണ്ട ആവശ്യകത കോൺഗ്രസിനുണ്ട്. ആ ആവശ്യകത മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നോട്ട് നീക്കങ്ങൾ നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെയുള്ള വഖഫ് ഭൂമി വിഷയത്തിൽ അല്ലെങ്കിൽ മുനമ്പം വിഷയത്തിലെ നിലപാടിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മലക്കം മറിഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. വീണ, അങ്ങനെയെങ്കിൽ അവർക്കിനി ഇപ്പോൾ ഈ പ്രതിഷേധ വഴിയിൽ നിന്ന് പിന്മാറേണ്ടി വരില്ലേ വിനീഷ്? അതൊരു ചെറിയ നിലപാടല്ലല്ലോ. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വഖഫ് നോട്ടീസ് ലഭിച്ച ആളുകൾക്കൊപ്പമൊക്കെ നിന്നതിന് ശേഷം ഇനിയിപ്പോൾ ഒരു പിന്മാറ്റം അവർ എന്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ എങ്ങനെ അണികൾ ഏറ്റെടുക്കും? പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഇത്തരത്തിൽ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങും ഇങ്ങും തൊടാതെ ഉള്ള നിലപാട് അങ്ങനെ തന്നെ നമുക്കത് വിലയിരുത്താൻ സാധിക്കും. കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് തങ്ങൾക്ക് അത് ചർച്ച ചെയ്യേണ്ടതുണ്ട്, അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നു. അപ്പോൾ അത്തരം ചർച്ചകൾക്ക് വഴിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ ഇടപെടലുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ്